മദ്യപാനത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയാണ്. മദ്യപിക്കാറില്ല. അതുപോലെ ഞാൻ പോലീസിനോട് ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റേ വാക്കുതർക്കുണ്ടായതിന് കാരണമാണ് ഞാൻ ഇടപെട്ട് സംസാരിക്കാനുണ്ടായിട്ടുള്ളത്. പിന്നെ നിരവധി കേസുകളിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പൊതുപ്രവർത്തകനാണ്. നാട്ടിലെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിൽക്കുന്നതാണ്. രംഗത്ത് നിരവധി സമരങ്ങളും സ്ട്രൈക്കുകളും കാര്യങ്ങളായിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള കേസുകൾ നിരവധി കേസുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട്. ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. അതല്ലാതെ ഞാനൊരാളിനെ കൊല്ലാനോ അല്ലെങ്കിൽ വധിച്ചിട്ടുള്ള വിധേയനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ ഇതുവരെ. ഇതാണ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ പറയുന്നത്. സുഹിത്തിൻ്റെ പേരിൽ പോലീസിനടിച്ച കേസുകളുണ്ട്. അങ്ങനത്തെ നിരവധി പോലീസുമായിട്ടുള്ള സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പൊതുപ്രവർത്തകർ എന്താ പറയുക, സ്വാഭാവികമായും കേസുകളുണ്ടാകും. കേരളത്തിൽ എത്ര MLA-മാർക്കുണ്ടാവും, എത്ര പൊതുപ്രവർത്തകർക്കുണ്ടാവും, എല്ലാവർക്കും എനിക്കുൾപ്പെടെ ഒട്ടനവധി കേസുകളുണ്ട്. അബ്ദുൽ ഖാദറിന് കേസുകളില്ലെങ്കിൽ അദ്ദേഹം കുടുംബത്തിലിരുന്ന് AC റൂമിലിരുന്ന് പൊതുപ്രവർത്തനം നടത്തുന്ന ആളായിരിക്കും. എല്ലാ പൊതുപ്രവർത്തകർക്കും സ്വാഭാവികമായും കേസുകളുണ്ടാകും. പോലീസ് അത് കാരണമാണല്ലോ ചാവക്കാട് മജിസ്ട്രേറ്റ് സ്വാഭാവികമായും ജാമ്യം തന്നത്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതുവരെ എന്താ പറയുക, കേരളത്തിലെ പോലീസ് 2.5 കൊല്ലമായിട്ട് ചാർജ് പോലും കൊടുക്കാൻ പറ്റാത്ത പോലീസിൻ്റെ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഈ വാർത്ത പ്രതികരിക്കുന്നതിന് തെറ്റാണ്. സുജിത്തിൻ്റെ വിവാഹ ചടങ്ങുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് കൊടി സുനിയുടെയോ വലിയ ക്രിമിനലിൻ്റെ കല്യാണമല്ലല്ലോ ചെയ്തത്. ആ കല്യാണത്തിനല്ല ഇവിടുത്തെ പൊതുസമൂഹവും നേതാക്കൾ വന്നത്. അവരെ മാലയിട്ട് സ്വീകരിക്കാനല്ല. ഒരു കസ്റ്റഡി മർദ്ദനത്തിൽ വന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ പോലും ഇന്നേ വരെ പ്രതികരിക്കാത്ത വിഷയത്തിൽ എല്ലാവരും ചർച്ച ചെയ്യും. അതിന് അസൂയപ്പെട്ടിട്ട് CPM-ന് കാര്യമില്ല.